ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സൂപ്പർ ടേസ്റ്റിയായ അറേബ്യൻ സ്റ്റൈൽ ചിക്കൻ മദ്ഹൂത്ത്. പെർഫെക്റ്റ്ലി കുക്ക്ഡ് ചിക്കൻ, സ്പൈസി മസാല ആൻഡ് ഫ്ലേവർഫുൾ റൈസ് എല്ലാം കൂടി ഒരു റോയൽ ടേസ്റ്റ് തന്നെ. ഒരു പാൻ വെച്ച് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, 2-3 ക്ലോവ്സ്, 3 കാർഡമം, ഒരു കഷ്ണം പട്ട, ഒരു 2 ബേ ലീഫ് ഇട്ടെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 30 സെക്കൻഡ് സോട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 3 ഉള്ളി ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ വേണം വഴറ്റിയെടുക്കാൻ. ഉള്ളി നല്ല ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക്കും പിന്നെ പച്ചമുളകും കൂടി ക്രഷ് ചെയ്തെടുത്താണ്. അതും കൂടി ചേർത്തിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നത് വരെ നമുക്ക് നല്ല രീതിയിൽ സോട്ട് ചെയ്തെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകിൻ്റെയും പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഞാനൊരു 2 തക്കാളി മിക്സിയുടെ ജാറിൽ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തതാണ്. അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. തക്കാളി നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ തക്കാളിയിലെ വെള്ളമെല്ലാം വറ്റിയിട്ട് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ടൊമാറ്റോ പേസ്റ്റാണ്. ഇത് ഞങ്ങൾക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ ലഭിക്കും. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് പുളി കുറച്ച് കൂടുതലാണ്, അപ്പോഴാണ് നമ്മുടെ റൈസിന് കുറച്ചും കൂടി ഫ്ലേവർ കിട്ടുന്നത്. ഇത് മസ്റ്റായിട്ട് നിങ്ങൾ ഇതിലേക്ക് ചേർക്കണം. ഭയങ്കര ടേസ്റ്റ് ഡിഫറൻസ് വരും ഇത് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 3 മാഗിയുടെ ചിക്കൻ ക്യൂബാണ്, ചിക്കൻ സ്റ്റോക്ക്. ഇത് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർക്കുന്നില്ല, കാരണം ഓൾറെഡി മാഗി ക്യൂബിൽ തന്നെ അത്യാവശ്യം നല്ല ഉപ്പുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കഴിഞ്ഞാൽ തന്നെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം 1 kg ചിക്കൻ എടുക്കുന്നുണ്ട്. ഇത് ഞാൻ ബിരിയാണി പീസാണ് കട്ടാക്കിയത്. ചിക്കനിലേക്ക് നന്നായിട്ട് മസാല മിക്സ് ചെയ്തെടുക്കാം. എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന വിധത്തിൽ വേണം മിക്സ് ആക്കി എടുക്കാൻ. നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം കൂടിയിട്ടുള്ളൊരു മസാലയാണിത്. നല്ല ടേസ്റ്റാണിത്. ഈ സമയത്ത് നിങ്ങൾ കുറച്ചും കൂടി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എനിക്കിവിടെ ഉപ്പ് കറക്റ്റായിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ടി വരില്ല. ചിക്കൻ ഏകദേശം നല്ലയിൽ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വലിയൊരു പാനിലേക്ക് മാറ്റാം, കാരണം നമ്മൾ ചിക്കനും ചോറും സെയിം പോട്ടിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. സോ നമുക്ക് പാൻ ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇത് വലിയൊരു പാനിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. സോ 1 കപ്പിന് 1.25 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. സോ 3 കപ്പിന് 4.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇതിലേക്ക് നിങ്ങൾ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക, കാരണം നമ്മൾ ചിക്കന് ആവശ്യമായിട്ടുള്ള ഉപ്പായിരുന്നു ആദ്യം ക്യൂബിൽ നിന്ന് ഉണ്ടായ ഉപ്പാണ്. അതുകൊണ്ട് ഞാൻ അധികം ഉപ്പ് ചേർത്തിട്ടില്ല. സോ നമുക്ക് ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് വെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പ് ശ്രദ്ധിക്കുക. ചോറിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. 3 കപ്പ് ബസ്മതി റൈസ് ഞാൻ ഓൾറെഡി 1/2 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഊറ്റിയെടുക്കാൻ വെച്ചിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ച് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു 20 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. നല്ല പെർഫെക്റ്റ്ലി കുക്ക്ഡ് റൈസായിട്ട് നമുക്ക് കിട്ടും. നിങ്ങൾക്ക് കുറച്ചും കൂടി പുളി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 മുറി ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്ക്. ഏകദേശം ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ബസ്മതി റൈസ് ഇവിടെ കുക്കായി വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ്ലി കുക്കായിട്ടുണ്ട് ഇത് റൈസ്. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിന്. ഇപ്പോൾ നമ്മുടെ റൈസ് പെർഫെക്റ്റ്ലി കുക്ക്ഡ് ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൈസാണിത്. അറബികളുടെ ബിരിയാണി എന്നാണ് ഈ റൈസിൻ്റെ പൊതുവെ പറയാറ്.
ഭയങ്കര ഈസിയും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെസിപ്പിയാണിത്. ചിക്കനും റൈസും കൂടി പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പിയാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ. ഇനിയും ഇതുപോലുള്ള അടിപൊളി റെസിപ്പിയായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.